5 പടത്തിൽ ഒരു നായിക ഒന്നിച്ച് അഭിനയിച്ചാൽ അയ്യോ ആ നായികയെ കെട്ടുമായിരുന്നോ, കെട്ടാതെ പോയതാണോ? ഈ ഓരോ ടൈപ്പ് പടങ്ങൾ വരുമ്പോഴും ഓരോ തരത്തിലുള്ള ക്രിറ്റിസിസമാണ്. നസീർ സാർ ഷീല അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് മദ്രാസിൽ കഴിയുന്നു. ഷീലാമ്മയുടെ കുടുംബവും മൗനും ഒക്കെ ആയിട്ട് വേറൊരു വീട്ടിൽ കഴിയുന്നു. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഒരു മനസ്സാക്ഷിയുള്ള മനുഷ്യർക്ക് ചേർന്നതല്ല. ഒരു നാടകം പഠിച്ച് റിഹേഴ്സൽ ചെയ്ത് അത് അവതരിപ്പിക്കാൻ തുടങ്ങിയാൽ എല്ലാ ദിവസവും ഓരോ നായികയായിരിക്കുമോ? അമർ അക്ബർ ആൻ്റണി എൻ്റെ അടുത്ത് ഇന്ന് ഞാൻ നാദിർ ഷാ കാണുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട്, നാദിർ ഷാ എല്ലാവരും ചോദിക്കുന്നത് അതിൻ്റെ 2ാം ഭാഗം ഇല്ലേ ചോദിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ വാസ്തവത്തിൽ ഞാൻ ആ സെക്ഷനിലേക്ക് കടക്കണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. എന്നാലും പിന്നെയൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മലയാളികൾക്കൊരു ധാരണയുണ്ട്, ഒരു 5 പടത്തിൽ ഒരു നായിക ഒന്നിച്ച് അഭിനയിച്ചാൽ അയ്യോ ആ നായികയെ കെട്ടുമായിരുന്നോ, കെട്ടാതെ പോയതാണോ, അവർക്ക് ഇഷ്ടമായിരുന്നുള്ള ഇങ്ങനെ ഒരു കഥകൾ. ഇങ്ങനെ എൻ്റെ പൊന്ന് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഞാൻ പറയട്ടെ, ഇപ്പോൾ നാടകം വലിയ കമ്പനികളെടുത്ത് നോക്കൂ. ഇപ്പോൾ KPSC അല്ലെ, ചങ്ങനാശ്ശേരി, ഗീതാശ്രമം എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? നമ്മുടെ NN പിള്ള സാറിൻ്റെ നാടകത്തിൽ വരെ നമ്മളൊരു നാടകം അവതരിപ്പിക്കുമ്പോൾ ഒക്കെ ഒരു കമ്പനിയിൽ ഒരു നാടകം പഠിച്ച് റിഹേഴ്സൽ ചെയ്ത് അത് അവതരിപ്പിക്കാൻ തുടങ്ങിയാൽ എല്ലാ ദിവസവും ഓരോ നായികയായിരിക്കുമോ? ഒരു വർഷം 200 സ്റ്റേജ് അവർ കളിച്ചാൽ ഈ 200 സ്റ്റേജിൽ ഒരേ ആർട്ടിസ്റ്റുകളായിരിക്കും. അതുകൊണ്ട് എന്തുവാ, നാടകം എടുത്തയാളും നാടകത്തിൽ അഭിനയിച്ചയാളും എല്ലാവരും കൂടി ഇപ്പോൾ അവരെ കെട്ടുമെന്ന് ഇതൊക്കെ എവിടുന്ന് ഇത് ആരെ അടിച്ചുണ്ടാക്കിയ കഥകളാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയാൻ കാര്യം, എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു വെള്ളിത്തിരയാന്ന് തോന്നുന്നു. വെള്ളിത്തിര അഭിനയിക്കുമ്പം ചേച്ചിയുടെ നാട്ടുകാരിയാണ് നവ്യ നായർ ഹരിപ്പാട്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു കുഞ്ഞെ എനിക്കറിയാവുന്ന ഒരു ടീച്ചറിൻ്റെ മോളാണ്. എനിക്ക് നവ്യയുടെ അച്ഛനെ അമ്മയൊക്കെ അറിയാം. അത് വെറുതെ വിട്, അവർ നല്ല സുഖമായിട്ട് നല്ല ഐശ്വര്യമായിട്ട് ആ കുട്ടി നല്ല 1ാം തരമായിട്ട് ഡാൻസറുമാണ്. ഒരുപാട് കലോത്സവങ്ങളിലൊക്കെ സമ്മാനം വാങ്ങിക്കുന്നു. വിട്ടാട്ടെ. അത് കുറച്ച് കഴിഞ്ഞപ്പം അത് അടുത്ത പടത്തിൽ വേറൊരു നായിക വന്നപ്പോഴത്തേക്ക് അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ കുറേ കാലം കാവ്യമാധവൻ്റെ പേര് ചോദിച്ചു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു ഓണമോ ഒരു ഉത്സവമോ ഒരു ക്രിസ്മസോ ഒരു പെരുന്നാളോ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഒന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ തന്നെ വീട്ടിലൊരു സഹോദരിയുടെയോ സഹോദരൻ്റെയോ ഒക്കെ കല്യാണം വരുമ്പോൾ വിളിക്കും. ചിലപ്പോൾ അവിടെ നിന്ന് പോകും, ഒരു ഭക്ഷണം കഴിക്കും, നമ്മളെ ഇറങ്ങട്ടെ, എല്ലാ ആശംസകളും എന്നൊക്കെ പറഞ്ഞു പോകും. അതിൻ്റെ അർത്ഥം ഉടനെ എന്തോ ഉദ്ദേശിച്ചിട്ടാണ് അവർ ഈ കല്യാണത്തിന് വന്നത് എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഒന്ന്. അതുപോലെ തന്നെ സമൃദ്ധ സുനിൽ, അവർ രണ്ടും കൂടെ അഭിനയിച്ചൊരു പടമുണ്ട്, നമ്മുടെ മോഹൻ്റെ മാണിക്യക്കല്ല്. എന്തൊരു പടമാണ് അത്! ഒന്നാമത്തെ കാര്യം, സമൃദ്ധയ്ക്ക് പറ്റിയൊരു വേഷം. എനിക്ക് സമൃദ്ധയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം വളരെ മനോഹരമായിട്ട് ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. വളരെ ഒരു അടക്കവും ഒതുക്കമുള്ളൊരു കുട്ടിയാണ്. എല്ലാ കാര്യത്തിലും മിടുക്കിയാണ്. സംസാരവും നല്ല സംസാരമാണ്, അഭിനയവും നല്ല. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും മോനോട് പറയും നല്ലൊരു ആർട്ടിസ്റ്റാണ് സമൃദ്ധ എന്നതിന്. പ്രത്യേകിച്ച് എനിക്ക് ആ പടവും കൂടെ കണ്ടപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അയാളും ഞാനും തമ്മിലും. അപ്പോൾ അത് കാരണം ആ പടത്തിലും അതെ, സമൃദ്ധി അഭിനയിച്ചപ്പോൾ എനിക്കൊരു നല്ല കെമിസ്ട്രി തോന്നി. ഇവർ രണ്ടുപേരും കൂടെ അഭിനയിച്ചപ്പം അത് നമുക്ക് ഒരു വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തോന്നുകയാണ്, കൊള്ളാമല്ലോ ഈ നല്ലൊരു കഥ, അവർ രണ്ടും കൂടെ 2 കഥാപാത്രങ്ങൾ നന്നായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു പോകും. എന്താ തെറ്റ്? അതെല്ലാം കഴിഞ്ഞ് വളരെ ശക്തമായിട്ട് കേട്ടു. ഇപ്പം മീരാ ജാസ്മിനെ കേട്ടു പറഞ്ഞുകൊണ്ട് അതിപ്പോൾ ഈ പറയുന്ന പോലെ രാജുവിൻ്റെ പേര് മാത്രമല്ല കേട്ടോ, ഒരു നായകൻ ഒരു നായികയോടെ ഒരു 5 പടം അഭിനയിച്ചാൽ പിന്നെ അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഒരു സംസാരമുണ്ട്. ഈശ്വരനെ വിചാരിച്ച് ഇത് പറയുന്നവരുടെ കാര്യങ്ങൾ നിങ്ങൾ നല്ല മനസ്സുള്ളവരെങ്കിലും ചിന്തിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 10, 100, 150 സ്റ്റേജ് നാടകം കളിക്കുമ്പം നായകനും നായിക ഒന്നായിരിക്കും. അത് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ആ നാടകം കഴിഞ്ഞ് പോകുമ്പോൾ ഇവർ കല്യാണം കഴിച്ച് പോകുമെന്നല്ല. അവർക്കും ഭർത്താവ് കാണും, ആ മനുഷ്യന് ഭാര്യയും കുഞ്ഞുങ്ങളും കാണും. ഇതൊക്കെ ജീവൽ പ്രശ്നമാണ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് വന്നു, ഇത് നമ്മുടെ ചോറാണ്. ചിലപ്പോൾ ഒരു പടം അഭിനയിച്ചു, ഇന്ന നായകനും ഇന്ന നായികയും. ഇപ്പോൾ തന്നെ എത്രയോ പടങ്ങൾ നമ്മൾ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് പടങ്ങൾ കാണുന്നു അല്ലേ? ഇപ്പോൾ ന്യൂഡൽഹി അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അടുത്ത 2 പടത്തിനകത്ത് സുമലത വന്നു എന്നിരിക്കും. അതേപോലെ തന്നെയാണ് മോഹൻലാലും, അതേപോലെ തന്നെയാണ് ദിലീപ്, അതേപോലെയാണ് പിന്നെ ജയറാം. ഇവരൊക്കെ ഇപ്പോൾ സുരേഷ് ഗോപി വീണ്ടും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പടത്തിൽ സ്ഥിരമായിട്ട് നമ്മൾ അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ കണ്ടൊരു കുശലം ചോദിച്ചു, അമ്മ എന്ത് പറയുന്നു, അച്ഛൻ എന്ത് പറയുന്നു എന്നൊക്കെ നമ്മളൊന്ന് ചോദിച്ചതായിരിക്കും. അതിന് വേണ്ടാത്ത ദുർവ്യാഖ്യാനങ്ങൾ കാണാതിരിക്കുക. എന്നാൽ കാണേണ്ട സമയത്തൊന്നും കാണുന്നുമില്ലാരും, അതാണ് വേറൊരു കാര്യം.
പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഒരു മനസ്സാക്ഷിയുള്ള മനുഷ്യർക്ക് ചേർന്നതല്ല. അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ അത് ശരിയാണല്ലോ മലയ ചേച്ചി പറയുന്നത്. എത്രയോ നാടകങ്ങൾ ഈ പല പല വേദികളിൽ അരങ്ങേറുന്നു, എത്രയോ സിനിമകളിൽ ആരെല്ലാം ഒന്നിച്ച് 5, 6, 7 പണ്ട് നമ്മൾ പറയത്തില്ലേ നസീർ സാർ ഷീല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ജോഡിയാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് മദ്രാസിൽ കഴിയുന്നു, ഷീലാമ്മയുടെ കുടുംബവും മോനും ഒക്കെ ആയിട്ട് വേറൊരു വീട്ടിൽ കഴിയുന്നു. അതുപോലെ എല്ലാവരും. അപ്പോൾ ഇതിങ്ങനെ പടത്തിൽ ഇതെന്താ എപ്പോഴും ഇവർ അഭിനയിക്കുന്നത് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടൊരു സംശയം വരാം. റെക്കമെൻഡേഷൻ കൊണ്ടാണോ അതൊക്കെ ചോദിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ അതുകൊണ്ടിപ്പം ഇങ്ങനെ ഒന്നിച്ച് അഭിനയിക്കുന്നവരെയൊക്കെ അങ്ങ് ഇഷ്ടമാണെന്നും അത് കല്യാണം കഴിച്ചവരങ്ങ് വെറുതെയാവുമെന്നും എന്നൊക്കെ ധരിക്കുന്നെങ്കിൽ അതൊക്കെ വെറുതെ ചുമ്മാ വളരെ ബാലിശമായ ചില കാരണങ്ങളാണ്. അത് ഒഴിവാക്കി കിട്ടുക, അതാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇതൊക്കെ പറഞ്ഞാലും രാജുവിൻ്റെ വളരെ രസകരമായ ഒരു കഥാപാത്രം വേറെ ഉണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, ചോക്ലേറ്റ്സ് ഒരു പെറ്റിക്കോട്ടും ഒക്കെ ഇട്ട് നമ്മുടെ സെൻറ്റ് തെരേസാസ് കോളേജിൻ്റെ എറണാകുളത്തെ വരാന്തയിൽ കൂടെ നടക്കുന്നതൊക്കെ. എൻ്റെ പൊന്നു ദൈവമേ, ആ പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇതുപോലെ എത്രയോ പേര് എന്നെ വിളിച്ചിട്ട് എൻ്റെ ചേച്ചി എന്നൊക്കെ. അപ്പം അത് ഈ ഓരോ ടൈപ്പ് പടങ്ങൾ വരുമ്പോഴും ഓരോ തരത്തിലുള്ള ക്രിറ്റിസിസമാണ്. അത് ഉണ്ടാവും. നല്ല പടങ്ങൾ, അമർ അക്ബർ ആൻ്റണി എൻ്റെ അടുത്ത് ഇന്ന് ഞാൻ നാദിർഷയെ കാണുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട്, നാദിർഷ എല്ലാവരും ചോദിക്കുന്നത് അതിൻ്റെ 2ാം ഭാഗം ഇല്ലേ എന്ന് ചോദിക്കുന്നു എന്ന് നാദിർഷയ്ക്ക് അറിയാം. ഞാൻ അങ്ങോട്ട് കയറി ചോദിച്ചു അതിൻ്റെ ഒരു 2ാം ഭാഗം വല്ലതും എഴുതുക. കാരണം ഇടയ്ക്ക് അങ്ങനെയൊക്കെയുള്ളൊരു പടങ്ങൾ വരുന്നത് ജനത്തിന് വലിയ ഇഷ്ടമാണ്. നമ്മളെപ്പോഴും സീരിയസ്നെസ് വേണ്ടാന്നല്ല ലൈഫിൽ, ഇടയ്ക്കൊരു റിലാക്സേഷൻ അല്ലേ. അതുപോലെയൊക്കെ ഒരു പടം വരുമ്പോൾ അതിനകത്ത് പലപ്പോഴും ഇന്ദ്രൻ്റെയൊക്കെ സീനുകൾ, ഇവരുടെ സീനുകൾ എഴുതും. ഈ അവിടെ ചെന്ന് കഴിഞ്ഞത് വണ്ടി കേടാവുമ്പം ഇന്ദ്രൻ എന്നാൽ പിന്നെ പ്രതികാരം നാളെ ചെയ്യാമല്ലേ എന്ന് പറയുന്നതും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ മേരി ചേച്ചിയായിട്ട് ഇവൻ നിങ്ങളങ്ങനെ അറിയും ഫേസ്ബുക്കിലാ എന്നാൽ നീ കണ്ടോ ഈ ഇരിക്കുന്നതാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള നമ്മൾ സ്വാഭാവികമായിട്ട് ജീവിതത്തിൽ പറഞ്ഞു പറ്റിക്കുന്ന ചില ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ, ഇങ്ങനെയുള്ള പടങ്ങൾ വരുമ്പോൾ അത് വേറൊരു തരത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ വിമർശിക്കും. നന്നായിരുന്നു കേട്ടോ. അതുപോലെ തന്നെയാണ് നല്ല കഥകൾ വരുമ്പോൾ കഥാപാത്രത്തിനനുസരിച്ച് തന്നെ നായികമാർ വേണം. അപ്പോൾ അവിടെ അയ്യോ അത് കഴിഞ്ഞ പടത്തിലും അവരായിരുന്നു എന്നും പറഞ്ഞ് ആരെങ്കിലും മാറ്റി നിർത്തുമോ? അതൊരിക്കലും ഇല്ല. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഇടുങ്ങിയ ചിന്താഗതികൾ മാറ്റി നിർത്തുക, മനസ്സ് കുറേ കൂടെ തുറന്ന മനസ്സായിട്ട് വിശാലമായി ചിന്തിക്കുക. അത് അവരുടെ വയറ്റുപിഴപ്പാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിനിമയെന്നല്ല ഏത് തൊഴിലായാലും, സംഗീത ലോകമാകട്ടെ, മറ്റ് സാംസ്കാരിക രംഗങ്ങളാകട്ടെ, ഈ പറയുന്ന രാഷ്ട്രീയമാകട്ടെ, എന്തെങ്കിലുമൊക്കെ ഒരു മിടുക്കരുടെ കാര്യം ആരെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. പക്ഷേ രാഷ്ട്രീയത്തിൽ നിന്ന് അത് കുറച്ച് മാറിപ്പോയി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കഴിവുള്ളവരെ നിർത്തണം, അനാവശ്യമായിട്ട് ശിക്ഷിച്ച് പുറത്താക്കരുത് ആരെയും. നമുക്കറിയാമല്ലോ കഴിവുള്ള മനുഷ്യർ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളതും, കഴിവില്ലാത്ത മനുഷ്യർ അവരെ വെറുതെ ആരോപണങ്ങളാൽ മൂടി ഒരു പരുവത്തിലാക്കുന്നതൊക്കെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഭരണകർത്താക്കൾ തീരുമാനിക്കണം ആരാണ് തൊഴിൽപരമായിട്ട് ബുദ്ധി ഉള്ളവൻ, അല്ലെങ്കിൽ ആർക്കാണ് നല്ല രീതിയിൽ ചിന്തിക്കാൻ സാധിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കഴിവുള്ള ആൾക്കാർ ഒരിടത്തിരുന്ന് നമ്മളെ സഹായിക്കുമ്പം അവരെ ഒരു കാര്യവുമില്ലാതെ ആരെങ്കിലും പറയുന്ന കേട്ടുണ്ടോ, പാർട്ടിയുടെ അടിസ്ഥാനത്തിലോ ജാതി മതഭേദത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒക്കെ വെറുതെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞ് അവരുടെ മാനസികമായിട്ട് അവരെ തളർത്തരുത്. കാരണം വേറെ ഏതെങ്കിലും നാട്ടിൽ അതൊക്കെ നടക്കുമോ? നല്ല ആൾക്ക് ഇപ്പോൾ എന്തോരം നമ്മുടെ കേരളമൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഉദാഹരണമായിട്ട് പറയുന്നു. ഇന്ത്യ അതിനേക്കാട്ടിൽ വലിയ രീതിയിൽ വളർന്നു എന്ന് പറയുന്നു മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച്. അതിൻ്റെയൊക്കെ പിന്നിൽ ഇവിടെ അധ്വാനിക്കുന്ന വലിയ ഒരു ബ്യൂറോക്രസി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട് ഇവിടെ. ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? അല്ലാതെ ഈ ഭരിക്കുന്ന മന്ത്രിമാർ മാത്രം വിചാരിച്ചാൽ ഇവിടെ എല്ലാം അങ്ങ് നടക്കുമോ? ഇല്ല. ബുദ്ധിയുള്ള, പക്വതയുള്ള, ലോകം കണ്ട ഒരു നാട് എങ്ങനെ വികസിപ്പിക്കാം എന്നറിയാവുന്ന വിദഗ്ധരായ ഭരണാധികാരികളുണ്ട് ഉദ്യോഗതലത്തിൽ. അപ്പോൾ ഈ പറയുന്ന പോലെ ഏത് രംഗത്തായാലും അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഒഴിവാക്കി നല്ല രീതിയിൽ നമുക്ക് കുടുംബത്തിന് വേണ്ടിയും വ്യക്തിക്ക് വേണ്ടിയും നാടിന് വേണ്ടിയും ഒക്കെ ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കണം ഓരോ പൗരൻ്റെയും കടമ. ഇനി ഇന്നത്തെ നമ്മുടെ തമ്മിലുള്ള ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുണ്ട്. ഒരു ദിവസം രാവിലെ ഫോണെടുത്ത് വെച്ച് നോക്കിയാൽ ഒരു 100-150 മെസ്സേജ് പൃഥ്വിരാജിൻ്റെ അടുത്ത് വരാൻ പോകുന്ന, സംവിധാനം ചെയ്ത് റിലീസാവാൻ പോകുന്ന എമ്പുരാനെക്കുറിച്ചാണ്. അത് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ, അദ്ദേഹം അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ, നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ആൻ്റണി ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത് മോഹൻലാൽ എമ്പുരാനായിട്ട് വരുന്ന ഒരു പടം
തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ മോൻ സംവിധാനം ചെയ്യുന്നു, അത്രയും വലിയൊരു പടം എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടോ ചേച്ചി അങ്ങനെയാണ്, ഏതാണ്ടോ സ്റ്റില്ല് കണ്ടു, ടീസർ പോലൊരു സാധനം കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു. ഈ അന്വേഷിക്കുന്നവരോടെല്ലാം എനിക്ക് ഒരുപാട് 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 അകമഴിഞ്ഞ നന്ദിയുണ്ട്. കാരണം നിങ്ങൾ എനിക്ക് ഈ സന്ദേശങ്ങളായിട്ട് അയക്കുന്ന എല്ലാ നല്ല വാക്കുകളും എന്നിലെ അമ്മയാണ് കൂടുതൽ കൂടുതൽ സന്തോഷവതിയാക്കുന്നത്. ഈശ്വര, എൻ്റെ കുഞ്ഞിനെക്കുറിച്ചാണല്ലോ എല്ലാവരും പറയുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഞാനെന്താ പറയുന്നതെന്ന് വെച്ചാൽ, എപ്പോഴും ഒരു തല്ലിനൊരു തലോടൽ ഈശ്വരൻ തരാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഞാൻ മുമ്പ് അദ്ദേഹം പോയ സമയത്ത് വിഷമിച്ചിട്ടുണ്ടോ, അതിന് കുറച്ചൊക്കെ ഞാൻ വിചാരിക്കുന്ന, അല്ലെ ഞാൻ വിളിക്കുന്ന ഈശ്വരന്മാർ എനിക്ക് ഒരു തലോടൽ പോലെ തരുന്ന സന്തോഷ വർത്തമാനങ്ങളാണ് നിങ്ങളൊക്കെ എഴുതി അയക്കുന്നത്. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എമ്പുരാൻ മാർച്ച് 27 റിലീസാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകമെമ്പാടും ഉള്ള, ഇതിനകത്ത് 4-5 ഭാഷയിലുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാതെ, ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല. മലയാളമുണ്ട്, തമിഴുണ്ട്, ഹിന്ദിയുണ്ട്, കന്നഡയുണ്ട്, തെലുങ്കുണ്ട്, ഇങ്ങനെ പല ഭാഷകളിൽ ആ ചിത്രം വരുന്നുണ്ട്. അത് എങ്ങനെയാണ് പടം എന്ന് ചോദിച്ചാൽ സത്യം ഞാൻ തുറന്നു പറയട്ടെ. കാരണം എൻ്റെ മക്കളൊരു പടത്തിൽ അഭിനയിക്കാൻ പോയാലും സംവിധാനം ചെയ്യാൻ പോയാലും എന്തുവാ മോനേന്ന് അങ്ങനെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ ചോദിക്കാറില്ല, അത് അവർക്കറിയാതെ. എങ്കിലും എനിക്ക് ജിജ്ഞാസയുള്ള കാര്യങ്ങൾ ചിലപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു എന്നിരിക്കും. അങ്ങനെയൊക്കെ ചോദിക്കുമ്പം മറ്റു പലരും പറയുന്നതും എൻ്റെ മകൻ പറയുന്നതും എല്ലാം കേൾക്കുമ്പം ദൈവമേ, ഈശ്വരൻ കൂടെ നിൽക്കട്ടെ, ഒരു വലിയ പ്രതീക്ഷയുണ്ട് ആ പടത്തിന്. അത് ഞാൻ നുണ പറയുകയല്ല, എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് നുണ പറയാൻ പറ്റത്തില്ല. ഞാൻ ആ പടത്തിനകത്ത് ഒരു നല്ല ഒരു ചിത്രം, അതായത് എല്ലാത്തരം ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. പക്ഷേ അതിനിനിയും വേണ്ട അനുഗ്രഹം നിങ്ങളുടേതാണ്. ഈ വയസ്സായ ഒരമ്മ ഇരുന്ന് പറയുന്ന വാക്കുകളിൽ സത്യമുണ്ട്, ആത്മാർത്ഥതയുണ്ട് എന്ന് വിശ്വസിച്ച് എമ്പുരാന് വേണ്ടിയും എൻ്റെ മോന് വേണ്ടിയും തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവണം, പ്രാർത്ഥനയും ഉണ്ടാവണം. കൂടുതലൊന്നും വലിയ ചേച്ചിക്ക് പറയാനില്ല. എമ്പുരാൻ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഇതുപോലെ ഫോണിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക് യു.